ഹലോ. ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിരുന്നു. പിന്നെ ഷാജോൺ ചേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആസ് യൂഷ്വൽ നാച്ചുറൽ ആൻഡ് വെരി നൈസ്. അനുമോൾ ഷീ ഡിഡ് എ ബ്രില്യൻ തിങ് ആൻഡ് ദ മൂവി വാസ് ഗുഡ്. എനിക്ക് ഇഷ്ടമായി. ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ദ കോൺസെപ്റ്റ് വാസ് വെരി സെക്കൻഡ് ഹാഫ് ഗുഡ്. ഡയറക്ടർ ന്യൂ ഡയറക്ടർ സാർ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. ശരണ്യ ബിഗ് ബോസിന് ശേഷം, അതായത് ആരുമായിട്ടും ഒരു ബന്ധമില്ലാത്തുള്ള ഒരു സിറ്റുവേഷൻ, ബിഗ് ബോസ് ഫസ്റ്റ് മൂവിയാണ് ഞാൻ കാണുന്നത്. സോ എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇരുന്ന് കാണുമ്പോൾ ലൈക്ക് ഓക്കെ, ഞാൻ പുറത്തെ ലോകത്തിലേക്ക് വന്നു. സോ താങ്ക് യു സർ ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. ഡയറക്ടർ സർ സത്യൻ സർ, സനു സത്യൻ സർ, പിന്നെ അനു മാം ആസ് യൂഷ്വൽ തന്നെ. ഞാൻ ഒത്തിരി ക്രൈം ത്രില്ലർ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ലാസ്റ്റ് വരെ 6 ഉണ്ടായി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും നല്ല സാധനം. ലാസ്റ്റ് വരെ 6 പ്രതി ഉണ്ടായി. എനിക്ക് മനസ്സിലായില്ലേ കോൺവിക്ട് ചെയ്തതാണ്. അപ്പോൾ അത് സസ്പെൻസ് ഭയങ്കര നല്ല ഉണ്ടായി. അടിപൊളി മൂവി ആസ് യൂഷ്വൽ. പിന്നെ കാരണം ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫീൽ ചെയ്ത മൂവി. സോ വി വിൽ റിമെമ്പർ. ഫസ്റ്റ് മൂവി ആഫ്റ്റർ ബിഗ് ബോസ്. ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ശരണ്യ ബിഗ് ബോസിന് പോയപ്പോഴത്തേക്ക് അതിനുശേഷമുള്ള ആ ഒരു ഗ്യാപ്പില് ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? അതോ ഇല്ല, സീരിയസ്ലി ദിസ് വാസ് ആർ ഫസ്റ്റ് മൂവി. പിന്നെ ഇത്ര എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ജോണർ ആണ് ക്രൈം ത്രില്ലർ ഒക്കെ. അപ്പോൾ ഇത് മാം മഞ്ജു ചേച്ചി വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റിൽ തന്നെ ചോദിച്ചു ഏത് മൂവിയാണ്. ഇപ്പോൾ പറഞ്ഞു ക്രൈം ത്രില്ലർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് റെഡി. പിന്നെ ഇത്ര നല്ല ഉണ്ടായി. എന്താ ഉള്ള ആക്ടേഴ്സ് ഒക്കെ, അനു മാം, സനൂപ് സാറിന്റെ ഡയറക്ഷൻ ഒക്കെ, പിന്നെ ഷാജോൺ ചേട്ടൻ നിങ്ങൾക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അല്ലാതെ ഇന്റൻസ് ആക്ടിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അത്രയും എന്നെ മോർ ദൻ എന്നെ പെർഫെക്റ്റ് യു ക്യാൻ സേ. ലാസ്റ്റ് വരെ യു കാൻ ജഡ്ജ് ഹൂ ഇസ് ദ കോൺവിക്ട്. ഞാൻ ബിഗ് ബോസിൽ ഇരുന്നപ്പോൾ ആളോട് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വിട്ടായിരുന്നു. മൂവി കാണാൻ പോരുത്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ പലതുണ്ട്, അത് കഴിക്കാൻ പോരുത്, ട്രിപ്പ് എങ്ങും പോരുത്, പാസ്പോർട്ടൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അത്രയ്ക്കും ഒരു ചില്ലൗട്ട് ആയിരിക്കും. താങ്ക് യു ചേച്ചി, മഞ്ജു ചേച്ചി. താങ്ക് യു സർ. താങ്ക് യു ഓൾ ടീം. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. മൂവി സസ്പെൻസ് ആയിരുന്നു. സോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബിഗ് ബോസിലെ എപ്പിസോഡൊക്കെ കണ്ടോ വെളി വന്ന ശേഷം? സത്യം പറഞ്ഞ ബിഗ് ബോസിന്റെ എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല. കാരണം ഇപ്പം വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഓക്കെ ആവാനായിട്ട് വിത്ത് ഫാമിലി ആൻഡ് എൻ്റെ ഒരു മൂവി ലോകം ഉണ്ട്. അപ്പോൾ അതിലേക്ക് കം ബാക്ക്. പ്രേക്ഷകരുടെ തീരുമാനപ്രകാരമാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് വെൽക്കം കിറ്റ് അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. എല്ലാവർക്കും നല്ല സ്നേഹം, നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. കാരണം എനിക്ക് എയർപോർട്ടിൽ കിട്ടിയ റെസ്പോൺസ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസ് കണ്ടിട്ട് ഐ ഫീൽ ഇപ്പൊ ഒന്നും വരേണ്ട ആളല്ലായിരുന്നു. ഈ അഖിൽമാരുടെ വിവാദ പരാമർശത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നത്? ഞാൻ അതിന്റെ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ പുള്ളി പറഞ്ഞൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ബട്ട് അത് എനിക്ക് അതിൽ ഒരു ഇതുമില്ല എന്ന് ക്ലിയർ ആണ്. ഞാൻ ക്ലിയർ ആണ്. ഞാൻ അതിലേക്ക് അധികം ചെതഞ്ഞ് കയറിയിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. ഈ ജാസ്മിൻ ഗബ്രി പ്രണയമൊക്കെ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തല്ലേ? തുടക്കം പോലെ തന്നെ അവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്ത സിനിമയായിട്ട് അതൊക്കെ ഫേക്ക് ആയിട്ട് തോന്നുന്നു. എൻ്റെ അറിവില് എനിക്ക് അറിയാവുന്ന ഒരു ട്രൂ ലവ് അങ്ങനെയല്ല. സോ എനിക്കറിയില്ല. അത് അവരുടെ ലൈഫ്, അവരുടെ ലൈഫാണ്. ഐ ഡോണ്ട് നോ. ശരി, താങ്ക് യു. താങ്ക് യു. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയതുകൊണ്ട് ഒന്ന് കണ്ടുകളയാന്ന് വെച്ച് വന്നാ. നല്ല സിനിമയാണ്. ഇപ്പം മലയാള സിനിമയ്ക്ക് നല്ല സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ നല്ല സിനിമകൾ ഉണ്ടാവുകയും അത് ലോകമെമ്പാടും ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അങ്ങനെ സിനിമകൾ ഉണ്ടാവാനുള്ളൊരു വലിയൊരു കാരണം ഇവിടുത്തെ ഓഡിയൻസ് കൂടിയാണ്. കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നമുക്ക് മലയാളത്തിലുള്ളത്. അപ്പോൾ അവർ നല്ല സിനിമകൾ കാണുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിന് വേണ്ട രീതിയിൽ അവർ വിലയിരുത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫിലിം മേക്കേഴ്സിന് അങ്ങനെയുള്ള സിനിമകൾ കൂടുതൽ ചെയ്യാനായിട്ട്
സാധിക്കുന്നതും. അതുപോലെ ഇത് നല്ലൊരു സിനിമയാണ്. ഇത് OTT-ലും TV-യിലൊക്കെ വരുമ്പോൾ എല്ലാവരും കാണുകയും ഇതിന് നല്ല അഭിപ്രായം പറയുകയും ചെയ്യും. പക്ഷേ ഇത് ഒരു ഡയറക്ടറിൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ ഈ പടം ഇപ്പോൾ ആൾക്കാർ വന്ന് കണ്ടാൽ അത് ഈ പടം ഉണ്ടാക്കിയവർക്ക് വലിയൊരു പ്രോത്സാഹനമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരൊക്കെ വന്ന് സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ഒരു മോശം പടം എന്ന് ഒരിക്കലും ഒരു അഭിപ്രായം വരില്ല. നല്ല പടമാണ്, തിയേറ്ററിൽ വന്ന് കാണണം. നമുക്ക് ജിത്തു സാറിന്റെ സിനിമകളെല്ലാം നല്ല ഫ്രണ്ട്ലി സിനിമകളാണ്. അതെ, അപ്പൊ അതിനെല്ലാം അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ആളാണ്. അപ്പൊ ഈ സിനിമ കണ്ടപ്പോ എന്ത് തോന്നുന്നു? നല്ല എഴുത്താണ് സിനിമയുടെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഒരു സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ എഴുത്താണല്ലോ. അപ്പോൾ സനുഭവം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അത് എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇറ്റ്സ് കം ഔട്ട് റിയലി വെൽ. കലാഭവൻ ഷാജോന്റെ ഏറ്റവും ചർച്ചയായ ഒരു സിനിമയായിരുന്നു ദൃശ്യം. പിന്നീട് ഇപ്പോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ഈ സിനിമ സക്സസ്ഫുൾ ആകട്ടെ. അപ്പൊ നമുക്ക് ഇനിയും ഡിറ്റക്റ്റീവ് രാമചന്ദ്രന്റെ ഒരുപാട് കുറ്റാന്വേഷണ കഥകൾ ഇനിയും കാണാൻ പറ്റും. അങ്ങനെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.